നീനാസ് PSC പോയിന്റ്സ്. ഞങ്ങളുടെ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു നീനാസ് PSC പോയിന്റ്സ്. പുതിയ അറിവുകൾ തേടിയെത്തിയ എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയിലെ ബാങ്കുകൾ, അതായത് വാണിജ്യ ബാങ്കുകൾ, സ്മോൾ ഫൈനാൻസ് ബാങ്കുകൾ, പേയ്മെൻറ്റ് ബാങ്കുകൾ, ഗ്രാമീൺ ബാങ്കുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, വേൾഡ് ബാങ്ക്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഓഹരി വിപണിയെ നിയന്ത്രിക്കുന്ന സെബി, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയെക്കുറിച്ചാണ് ഇന്നത്തെ പാഠം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ കറൻസി ആൻഡ് ഫൈനാൻസ് എന്ന വിഷയം പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് 1920 നിയോഗിച്ച റോയൽ കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഒരു കേന്ദ്ര ബാങ്ക് സ്ഥാപിക്കണമെന്ന നിർദ്ദേശത്തോടെ ഹിൽട്ടൺ യങ് കമ്മീഷൻ 1926 ഗവൺമെൻറ്റിന് റിപ്പോർട്ട് നൽകി. അങ്ങനെ 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. അതിൻ്റെ ഫലമായി 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. അന്നത്തെ RBIയുടെ ആസ്ഥാനം കൽക്കത്തയായിരുന്നു. 1937 റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റി. ഓർക്കുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്ന ദിവസം 1935 ഏപ്രിൽ 1. 1949 ജനുവരി 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാത്കരിച്ച് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലാക്കി. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്, ബാങ്കേഴ്സ് ബാങ്ക് എന്നിങ്ങനെ RBI അറിയപ്പെടുന്നു. പണം ആവശ്യമായി വരുമ്പോൾ ബാങ്കുകൾ അന്തിമമായി ആശ്രയിക്കുന്നത് റിസർവ് ബാങ്കിനെ എന്നതിനാൽ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നും റിസർവ് ബാങ്ക് അറിയപ്പെടുന്നുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്കേഴ്സ് ബാങ്ക്, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എംബ്ലം ഒരു പാം ട്രീ ആൻഡ് എ ടൈഗർ, അതായത് പനമരവും കടുവയും. റിസർവ് ബാങ്കിൻ്റെ ആപ്തവാക്യം ഡെവലപ്പിംഗ് ബാങ്കിങ്. ക്യാഷ് ട്രാൻസാക്ഷന് പകരം ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആരംഭിച്ച പുതിയ മുദ്രാവാക്യമാണ് ക്യാഷ് ഈസ് കിങ് ബട്ട് ഡിജിറ്റൽ ഈസ് ഡിവൈൻ. ക്യാഷ് ഈസ് കിങ് ബട്ട് ഡിജിറ്റൽ ഈസ് ഡിവൈൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത് ദാസ്. RBIയുടെ ആദ്യത്തെ ഗവർണർ 1935 ബ്രിട്ടീഷുകാരനായ ഓസ്ബോൺ സ്മിത്ത്. ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണർ CD ദേശ്മുഖ്. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണറായിരുന്ന വ്യക്തി ബനഗൽ രാമറാവുവാണ്, 7.5 വർഷം. ഏറ്റവും കുറഞ്ഞ കാലം പ്രവർത്തിച്ച RBI ഗവർണർ അമിതാവ് ഘോഷ്, 20 ദിവസം മാത്രം. റിസർവ് ബാങ്ക് ഗവർണർ ആയ ശേഷം പിന്നീട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി തീർന്ന ഒരേയൊരു വ്യക്തിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഈ ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട മുൻ ചോദ്യങ്ങൾ നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ച കമ്മീഷൻ ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക്, ബാങ്കർമാരുടെ ബാങ്ക്, വായ്പകളുടെ നിയന്ത്രകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ. റിസർവ് ബാങ്ക് ദേശസാൽക്കരിക്കപ്പെട്ട വർഷം 1949. റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്ത ദാസ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രാജ്യത്തിൻ്റെ കറൻസി പുറത്തിറക്കുക, രാജ്യത്തിലെ ബാങ്കിംഗ് വ്യവസ്ഥ നിയന്ത്രിക്കുക, ഗവൺമെൻറ്റിന് സാമ്പത്തിക ഇടപാടുകൾ നടത്തുക, വിദേശ നാണ്യ വിനിമയം കൈകാര്യം ചെയ്യുക എന്നിവയെല്ലാം കേന്ദ്ര ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽപ്പെടുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള മഹാരാഷ്ട്രയിലെ നാസിക്, മധ്യപ്രദേശിലെ ദേവാസ്, RBI ഉടമസ്ഥതയിലുള്ള കർണാടകയിലെ മൈസൂർ,
പശ്ചിമ ബംഗാളിലെ സാൽബോണി എന്നിവിടങ്ങളിലെ പ്രസ്സുകളിലാണ് കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നത്. നാണയങ്ങൾ നിർമ്മിക്കുന്ന മിൻറ്റുകൾ മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, നോയിഡ എന്നീ സ്ഥലങ്ങളിലാണ് ഉള്ളത്. 10,000 രൂപ വരെയുള്ള കറൻസി നോട്ടുകൾ, 1000 രൂപ വരെയുള്ള നാണയങ്ങൾ എന്നിവ നിർമ്മിക്കാൻ റിസർവ് ബാങ്കിന് അധികാരമുണ്ട്. ഇന്ത്യൻ ബാങ്കിംഗ് വ്യവസ്ഥയെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള പ്രധാന നിയമങ്ങളാണ് ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 എന്നിവ. റിസർവ് ബാങ്കിൻ്റെ ഷെഡ്യൂളിൽ പെടുത്തിയിട്ടുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകളെല്ലാം റിസർവ് ബാങ്കിൽ അക്കൗണ്ട് സൂക്ഷിക്കേണ്ടതാണ്. അതിനാൽ റിസർവ് ബാങ്കിനെ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് വിളിക്കുന്നു. ബാങ്കിൻ്റെ മൊത്തം നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതിനെയാണ് CRR അഥവാ ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. നിലവിലുള്ള CRR റേറ്റ് 3%. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ബാങ്കിൽ 100 കോടി നിക്ഷേപമുണ്ടെങ്കിൽ 3 കോടി രൂപ റിസർവ് ബാങ്കിൻ്റെ അക്കൗണ്ടിൽ ആ ബാങ്ക് സൂക്ഷിക്കേണ്ടതുണ്ട്. റുപ്പിയാണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ കറൻസി. റുപ്പി എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത് സംസ്കൃത ഭാഷയിലെ റുപ്യ, റൗപ്യ എന്നീ പദങ്ങളിൽ നിന്നാണ്. റുപ്യ എന്നാൽ രൂപപ്പെടുത്തിയത് എന്നും റൗപ്യ എന്നാൽ വെള്ളി എന്നുമാണ് അർത്ഥം. 1540-45 കാലത്ത് ഷെർഷാ സൂരിയാണ് ആദ്യമായി റുപ്യ എന്ന പേരിൽ വെള്ളി നാണയം ഇറക്കിയത്. ആ പേരിൽ നിന്നാണ് ഇന്ത്യൻ കറൻസിക്ക് റുപ്പി എന്ന പേര് ലഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി പേപ്പർ കറൻസി പുറത്തിറക്കിയത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ, ബാങ്ക് ഓഫ് ബംഗാൾ എന്നിങ്ങനെയുള്ള ബാങ്കുകളായിരുന്നു. എന്നാൽ 1861 പേപ്പർ കറൻസി ആക്ട് നിലവിൽ വന്നു. അതോടുകൂടി പേപ്പർ നോട്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ്റിന് മാത്രമായി. 1938 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യത്തെ റുപ്പി നോട്ട് പുറത്തിറക്കി. കിങ് ജോർജ് ആറാമിൻ്റെ ചിത്രമുള്ള 5 രൂപ നോട്ട്. അതിലൊപ്പിട്ട ആദ്യത്തെ RBI ഗവർണർ ജെയിംസ് ടെയ്ലർ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഇറങ്ങിയത് 1 രൂപ നോട്ടാണ്. ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കുന്ന ഏക നോട്ടാണ് 1 രൂപയുടേത്. 1 രൂപ നോട്ടിലെ ഒപ്പ് കേന്ദ്രത്തിലെ ഫിനാൻസ് സെക്രട്ടറിയുടേതാണ്. 2 രൂപ മുതൽ മേലോട്ടുള്ള എല്ലാ കറൻസി നോട്ടുകളിലും റിസർവ് ബാങ്കിൻ്റെ ഗവർണറുടെ ഒപ്പാണ് ഉള്ളത്. RBI ഗവർണറുടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള ഒപ്പുകൾ നോട്ടിലുണ്ടാവും. കറൻസി നോട്ടിലെ ചിഹ്നം ലയൺ ക്യാപിറ്റലാണ്. കൂടാതെ ആകെ 17 ഭാഷകളിൽ എത്ര രൂപയുടെ നോട്ടാണ് എന്ന കാര്യം അച്ചടിച്ചിട്ടുണ്ടാവും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ഇന്ത്യയിലെ കറൻസി സമ്പ്രദായം ഡെസിമൽ സിസ്റ്റത്തിലായിരുന്നില്ല. അന്ന് 1 രൂപ = 16 അണ, 1 അണ = 4 പൈ അഥവാ 4 കാലണ എന്നിങ്ങനെയായിരുന്നു. 1957 ഏപ്രിൽ 1 ഡെസിമൽ സിസ്റ്റം ഇന്ത്യയിൽ നടപ്പിലായത്. അതായത് 1 രൂപ = 100 പൈസ എന്ന സമ്പ്രദായം. 1964 വരെ ഈ 2 തരം നാണയങ്ങളും നിലവിൽ ഉണ്ടായിരുന്നു. അന്ന് പൈസ അറിയപ്പെട്ടിരുന്നത് പുതിയ പൈസ എന്ന അർത്ഥമുള്ള നയാ പൈസ എന്ന പേരിലായിരുന്നു. പിന്നെ ഉണ്ടായ മറ്റൊരു പ്രധാന സംഭവം ഇന്ത്യൻ രൂപയ്ക്ക് ഒരു ചിഹ്നമുണ്ടായതാണ്. ദേവനാഗരി ലിപിയിലെ ര എന്ന അക്ഷരത്തിൻ്റെയും ഇംഗ്ലീഷിലെ R എന്ന അക്ഷരത്തിൻ്റെ രൂപത്തിൽ ഹൊറിസോണ്ടലായ ഒരു വര കൂടി ചേർത്താണ് റുപ്പിയുടെ ചിഹ്നം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ പതാകയെയും ഈ ചിഹ്നം ഓർമ്മിപ്പിക്കുന്നു. ഈ ചിഹ്നം രൂപപ്പെടുത്തിയ ഡിസൈനർ D. ഉദയകുമാർ. വർഷം 2010. ഓർക്കുക, റുപ്യ എന്ന പേരിൽ ആദ്യമായി നാണയം ഇറക്കിയത് ഷെർഷാ സൂരി. ഇന്ത്യയുടെ ഔദ്യോഗിക കറൻസി ഇന്ത്യൻ റുപ്പി. ഇന്ത്യൻ റുപ്പിക്ക് ചിഹ്നം ഡിസൈൻ ചെയ്ത വ്യക്തി D. ഉദയകുമാർ. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ഫിനാൻസ് സെക്രട്ടറി.
മറ്റെല്ലാ നോട്ടുകളിലും ഒപ്പിടുന്നത് റിസർവ് ബാങ്ക് ഗവർണർ. ഇന്ത്യൻ കറൻസി നോട്ടുകളിലെ ചിത്രങ്ങൾ. മിക്ക രാജ്യങ്ങളും അവരുടെ കറൻസികളിൽ രാജ്യത്തിലെ പ്രധാന വ്യക്തികളെയോ സ്മാരക മന്ദിരങ്ങളെയോ ചിത്രീകരിച്ചിരിക്കും. രാജ്യത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യം, ജൈവ വൈവിധ്യം എന്നിവ ലോകത്തെ അറിയിക്കുക എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം. ഇന്ത്യൻ കറൻസികളിലെ ചിത്രങ്ങളെക്കുറിച്ച് പഠിക്കാം. 2000 രൂപ നോട്ട്. 2000 രൂപ നോട്ടിൽ മംഗൾയാൻ ഉപഗ്രഹത്തിൻ്റെ ചിത്രമാണുള്ളത്. 2013 നവംബർ 5 ISRO ചൊവ്വ ഗ്രഹത്തിലേക്ക് അയച്ച ഉപഗ്രഹമാണ് മംഗൾയാൻ. നോട്ടിൽ ഉപയോഗിച്ച ബേസ് കളർ മാജൻറ്റ. ഏറ്റവും ചെലവുള്ള പ്രൊജക്റ്റായ മംഗൾയാനെ ഏറ്റവും വലിയ നോട്ടായ 2000 കണക്ട് ചെയ്ത് ഓർമ്മിക്കുക. 500 രൂപ നോട്ട്. 2016 നവംബർ 8 പഴയ 500, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ചത്. പകരമിറങ്ങിയ നോട്ടുകളാണ് 500ൻ്റെയും 2000ൻ്റെയും പുതിയ നോട്ടുകൾ. പുതിയ 500 രൂപ നോട്ടിലെ ചിത്രം റെഡ് ഫോർട്ട് അഥവാ ഡൽഹിയിലെ ചെങ്കോട്ട. നോട്ടിൻ്റെ ബേസ് കളർ സ്റ്റോൺ ഗ്രേ. മുമ്പ് 500 രൂപ നോട്ടിൽ ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിൻ്റെ ചിത്രമാണ് ഉണ്ടായിരുന്നത്. 200 രൂപ നോട്ട്. സാഞ്ചി സ്തൂപമാണ് 200 രൂപ നോട്ടിലെ ചിത്രം. നോട്ടിലെ അടിസ്ഥാന നിറം ബ്രൈറ്റ് യെല്ലോ. 100 രൂപ നോട്ട്. ക്യൂൻസ് സ്റ്റെപ്വെൽ എന്നർത്ഥമുള്ള റാണി കി വാവിൻ്റെ ചിത്രമാണ് ലാവണ്ടർ നിറമുള്ള പുതിയ 100 രൂപ നോട്ടിൽ ഉള്ളത്. ഇതിനു മുമ്പ് കാഞ്ചൻജംഗ പർവ്വതനിരയുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 50 രൂപ നോട്ട്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ഹംപിയും രഥവുമാണ് 50 രൂപ നോട്ടിലെ ചിത്രം. ഹംപിയിലെ ഉംബയും 50ലെ ഉംബയും കണക്ട് ചെയ്ത് ഓർമ്മിക്കുക. നോട്ടിൻ്റെ അടിസ്ഥാന നിറം ഫ്ലൂറസെൻ്റ് ബ്ലൂ. മുമ്പ് 50 രൂപ നോട്ടിൽ പാർലമെൻറ്റിൻ്റെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. 20 രൂപ നോട്ട്. ഗ്രീനിഷ് യെല്ലോ ബേസ് കളറുള്ള പുതിയ 20 രൂപ നോട്ടിലെ ചിത്രം എല്ലോറ ഗുഹയുടേതാണ്. 10 രൂപ നോട്ട്. കൊണാർക്ക് സൺ ടെമ്പിൾ വീലാണ് 10 രൂപ നോട്ടിലെ ചിത്രം. നോട്ടിൻ്റെ അടിസ്ഥാന നിറം ചോക്ലേറ്റ് ബ്രൗൺ. 5 രൂപ നോട്ടിലെ ചിത്രം നിലം ഉഴുതുമറിക്കുന്ന കർഷകൻ. 2 രൂപ നോട്ടിലെ ചിത്രം ആര്യഭട്ട ഉപഗ്രഹം. 1 രൂപ നോട്ടിലെ ചിത്രം സാഗർ സാമ്രാട്ട് എണ്ണക്കപ്പൽ എന്നിവയാണ്. മംഗല്യക്കോട്ടയിലെ സ്തൂപത്തിൽ റാണി രഥത്തിലെത്തി ഫ്ലോറൽ ചക്രം സമർപ്പിച്ചു എന്ന കോഡ് ഓർക്കുക. ഫ്ലോറൽ ചക്രം എന്നാൽ പുഷ്പചക്രം. ക്രമത്തിൽ ഓർക്കുക. മംഗല്യം 2000 രൂപ നോട്ടിലെ ചിത്രം മംഗല്യാൻ. കോട്ട 500 രൂപ നോട്ടിലെ ചിത്രം റെഡ് ഫോർട്ട് എന്ന ചെങ്കോട്ട. സ്തൂപം 200 രൂപ നോട്ടിലെ ചിത്രം സാഞ്ചി സ്തൂപം. റാണി 100 രൂപ നോട്ടിലെ ചിത്രം റാണി കി വാവ്. രഥം 50 രൂപ നോട്ടിലെ ചിത്രം ഹംപിയിലെ രഥം. ഫ്ലോറൽ 20 രൂപ നോട്ടിലെ ചിത്രം എല്ലോറ ഗുഹ. ചക്രം 10 രൂപ നോട്ടിലെ ചിത്രം സൺ ടെമ്പിൾ വീൽ എന്ന് ഓർത്തു വയ്ക്കുക. ഈ നോട്ടുകളിലെല്ലാം മഹാത്മാഗാന്ധിയുടെ ചിത്രവും സ്വച്ഛ ഭാരത് ചിഹ്നമായ ഗാന്ധി കണ്ണടിയും ഉണ്ട്. ഇന്ത്യയിലെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ. കലണ്ടർ ഇയർ എന്ന് പറയുന്നത് ജനുവരി മുതൽ ഡിസംബർ വരെയാണെങ്കിലും ഇന്ത്യയിലെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ മാർച്ച് വരെയാണ്. അതായത് ഏപ്രിൽ 1 മുതൽ അടുത്ത വർഷം മാർച്ച് 31 വരെ. ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ച മുരടിപ്പുണ്ടായ കാലഘട്ടത്തിൽ സാമ്പത്തിക വളർച്ചയ്ക്കുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിച്ച കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി 1. ബാങ്കിംഗ് രംഗത്ത് പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാൻ നിയമിച്ച കമ്മിറ്റിയാണ് നരസിംഹം കമ്മിറ്റി 2. 1991 ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയങ്ങൾ നടപ്പാക്കി തുടങ്ങിയത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, അതായത് ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നിവയായിരുന്നു പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ
മുഖമുദ്ര. ഈ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിരുന്നു ഇന്ത്യയിൽ UTI ബാങ്ക്, ICICI ബാങ്ക്, HDFC ബാങ്ക് പോലെയുള്ള ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഉണ്ടായിത്തുടങ്ങിയത്. പൊതുമേഖലയിലുള്ള ടെലികോം, ഓയിൽ, റെയിൽവേ, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിലെല്ലാം സ്വകാര്യ മേഖലയ്ക്കും വിദേശ മൂലധനത്തിനും സ്ഥാനം നൽകി. കള്ളപ്പണം പുറത്തുവരിക എന്ന ഉദ്ദേശത്തോടെ 500 രൂപ, 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതി ഓർത്തുവെക്കുക 2016 നവംബർ 8. ക്യാഷ് ട്രാൻസാക്ഷനുകൾ ഒഴിവാക്കി ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് സാമ്പത്തിക ഇടപാടുകൾ കൊണ്ടുവരാനും ഗവൺമെൻറ്റും RBIയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആദ്യമായി ക്യാഷ് ട്രാൻസാക്ഷൻ ഒഴിവാക്കി ഡിജിറ്റൈസ്ഡ് ആയ ഇന്ത്യൻ വില്ലേജാണ് ഗുജറാത്തിലെ അഖോദര ഗ്രാമം. എല്ലാ ഇടപാടുകളും അക്കൗണ്ട് ടു അക്കൗണ്ട് ട്രാൻസ്ഫറാണ് അവിടെ. ഇതുപോലെ ഡിജിറ്റൈസ്ഡ് ആയ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമാണ് ആന്ധ്രാപ്രദേശിലെ ഇബ്രാഹിംപൂർ. വേൾഡ് ബാങ്ക് ആൻഡ് IMF. ബ്രെട്ടൺ വുഡ്സ് ഇരട്ടകൾ അല്ലെങ്കിൽ ബ്രെട്ടൺ വുഡ്സ് ട്വിൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന ആഗോള സാമ്പത്തിക സ്ഥാപനങ്ങളാണ് വേൾഡ് ബാങ്കും IMF എന്ന ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടും. 1944 ജൂലൈയിൽ അമേരിക്കയിലെ ബ്രെട്ടൺ വുഡിൽ നടന്ന കോൺഫറൻസിലാണ് ഇവ സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നത്. അതിനാലാണ് വേൾഡ് ബാങ്ക്, IMF എന്നിവ ബ്രെട്ടൺ വുഡ്സ് ഇരട്ടകൾ എന്നറിയപ്പെടുന്നത്. വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് IBRDയും IDAയും ചേർന്നതാണ്. IBRD എന്നാൽ ഇൻ്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, IDA എന്നാൽ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ. ബ്രെട്ടൺ വുഡ് ഇരട്ടകൾ എന്നതിന് ഉത്തരമായി ചിലപ്പോൾ IBRD ആൻഡ് IMF എന്ന് വരാറുണ്ട്. IBRD എന്നാൽ വേൾഡ് ബാങ്ക് തന്നെ എന്ന് ഓർക്കുക. വേൾഡ് ബാങ്കിൻ്റെയും IMFൻ്റെയും ആസ്ഥാനം വാഷിങ്ടൺ DC എന്നാൽ ഡിസ്ട്രിക്റ്റ് ഓഫ് കൊളംബിയ. വേൾഡ് ബാങ്കിൻ്റെ ആപ്തവാക്യം വർക്കിംഗ് ഫോർ എ വേൾഡ് ഫ്രീ ഓഫ് പോവർട്ടി, ദാരിദ്ര്യമുക്തമായ ലോകത്തിന് വേണ്ടി എന്നർത്ഥം. ഇപ്പോഴത്തെ ലോക ബാങ്ക് പ്രസിഡന്റ് ഡേവിഡ് മാൽപാസ്. IMF അഥവാ അന്താരാഷ്ട്ര നാണയനിധിയുടെ ഇപ്പോഴത്തെ MD ക്രിസ്റ്റലീന ജോർഗീവ. IMFൻ്റെ ചീഫ് എക്കണോമിസ്റ്റ് മലയാളിയായ ഗീതാ ഗോപിനാഥ് ആണ്. മുമ്പ് ഗീതാ ഗോപിനാഥ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്നു. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ബ്രിക്സ് രാജ്യങ്ങളായ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ചേർന്ന് ആരംഭിച്ച വികസന ബാങ്കാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. 2014 ആരംഭിച്ച ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി 1966 സ്ഥാപിച്ചതാണ് ADB എന്ന ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ADBയുടെ ആസ്ഥാനം ഫിലിപ്പൈൻസിലെ മനില. ഓർക്കുക, ബ്രിക്സ് രാജ്യങ്ങൾ ആരംഭിച്ച ബാങ്ക് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം ഷാങ്ഹായ്. ADBയുടെ ആസ്ഥാനം മനില. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഓഹരി വിപണി നിയന്ത്രിക്കുന്ന സ്ഥാപനമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ചുരുക്കപ്പേര് SEBI. മ്യൂച്വൽ ഫണ്ട്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ എന്നിവ നിയന്ത്രിക്കുന്നതും SEBIയാണ്. SEBIയുടെ ആസ്ഥാനം മുംബൈ. RBIയുടെ ആസ്ഥാനം മുംബൈ എന്ന് പഠിച്ചത് ഓർക്കുക. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന നഗരമാണ് മുംബൈ. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് BSE എന്ന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. മുംബൈ ദലാൽ സ്ട്രീറ്റിലാണ് BSE. ദലാൽ സ്ട്രീറ്റ് എന്നാൽ ദല്ലാൾ സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന ദലാൽ സ്ട്രീറ്റ് ഓഹരി വിപണിയുടെ ആയാണ് അറിയപ്പെടുന്നത്. BSEയുടെ ഓഹരി ഇൻഡെക്സാണ് സെൻസെക്സ്. 30 പ്രമുഖ കമ്പനികളുടെ ഓഹരികളാണ് BSEയിൽ പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച്
NSE എന്ന നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മുംബൈ. NSEയുടെ ഓഹരി സൂചികയാണ് നിഫ്റ്റി. നിഫ്റ്റി എന്ന പേര് പോലെ തന്നെ 50, അതായത് 50 കമ്പനികളുടെ ഓഹരികൾ ഇവയിൽപ്പെടുന്നു. ഓർക്കുക, ഇന്ത്യയിലെ 2 ഓഹരി സൂചികകൾ, ഒന്ന് BSEയുടെ സെൻസെക്സ്, 2 NSEയുടെ നിഫ്റ്റി. ഇൻഷുറൻസ്. ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ പ്രധാനമായ പങ്കുവഹിക്കുന്നവയാണ് ഇൻഷുറൻസ് കമ്പനികൾ. അവയെക്കൂടി സൂചിപ്പിച്ച് ഈ പാഠം അവസാനിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനിയാണ് 1818 സ്ഥാപിച്ച ഓറിയൻ്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. ഇന്ത്യക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റി. എല്ലാ ഇൻഷുറൻസ് കമ്പനികളെയും ദേശസാൽക്കരിച്ച് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന LIC രൂപീകരിച്ച വർഷം 1956 സെപ്റ്റംബർ 1. ലൈഫ് ഇൻഷുറൻസ് അല്ലാതെയുള്ള ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ ദേശസാൽക്കരിച്ചത് 1973 ജനുവരി 1-നാണ്. അങ്ങനെ പൊതുമേഖലയിലുണ്ടായ 4 ജനറൽ ഇൻഷുറൻസ് സ്ഥാപനങ്ങളാണ് നാഷണൽ ഇൻഷുറൻസ് കമ്പനി, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനി, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി എന്നിവ. പിന്നീട് സാമ്പത്തിക ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി RN മൽഹോത്ര കമ്മിറ്റി റെക്കമെൻഡേഷൻ പ്രകാരം സ്വകാര്യ മേഖലയിലും പുതിയ ലൈഫ് ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ് കമ്പനികൾ ഉണ്ടായി. ICICI പ്രൂ ലൈഫ്, HDFC ഇൻഷുറൻസ് തുടങ്ങിയവ. ഇൻഷുറൻസ് രംഗത്തെ നിയന്ത്രിക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ് IRDA, അതായത് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. IRDAയുടെ ആസ്ഥാനം ഹൈദരാബാദ്. ഇതോടുകൂടി ഈ പാഠം അവസാനിക്കുന്നു. ഇതിലെ വിവരങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിച്ച എല്ലാവർക്കും വിജയാശംസകൾ.